ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. രാവിലെ 6 മണിയാണ് കേട്ടോ. ഇപ്പം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ കിച്ചണിൽ അവനക്കുള്ള തലേന്നത്തെ സാലഡ് ഉണ്ട് എനിക്ക് കഴിക്കാൻ. അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചു അവനക്കുള്ള എഗ്ഗ് ബുൾസൈ ആക്കി വെച്ച് എനിക്ക് കുറച്ച് 2 എഗ്ഗ് എടുത്തിട്ട് ഇങ്ങനെ ചിക്കി വെച്ചു. നിങ്ങളിതിന് ചിക്കൻ തന്നെ എന്തോ പറയലിക്കല്ല. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ഫസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല, വെള്ളം കുടിച്ചു. ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പായസം കൊണ്ടുവന്നിരുന്നു അവന്. ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ആ പായസം കൊണ്ടുവന്നതിൻ്റെ ബോട്ടിലാണ് ഫുൾ കാലിയാണ്. രണ്ടാളും നല്ല അടിയാണ്. അതിനുശേഷം അവനക്കുള്ള ബുൾസയും വെള്ളവും ഞാൻ എടുത്ത് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ളതും കൂടെ വെച്ചിട്ടുണ്ട്. മോൾക്കുള്ള മിൽക്ക് റെഡിയാക്കുകയാണ്. അപ്പോൾ അപ്റ്റാമിലാണ് അവൾക്ക് കൊടുക്കുന്നത്, അപ്റ്റാമിൽ ഗോൾഡ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഞാൻ അവളെ കുളിപ്പിച്ചെടുക്കണം. എണ്ണ തേപ്പിച്ച് കൊടുത്ത് ആണ് അവളെ കുളിപ്പിക്കാറ്. അപ്പോൾ കുളിപ്പിച്ച് അവളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവളെ കുളിപ്പിച്ച് റെഡിയാക്കി അവളൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാണ്ട് അവൾ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അവൾ ഉറങ്ങി. അവൾ പെട്ടെന്ന് ഉറങ്ങും കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുറത്ത് പോകാണ്ട്. അപ്പോൾ എൻ്റെയും കുളി കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ നടത്താമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺക്രീം എന്ന് കോസാറസിൻ്റെയാണ്. ഞാനത് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല എന്താ പറയുക, നല്ലൊരു സൺക്രീമാണ്. എനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൺക്രീമാണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അഫോർഡബിൾ ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എന്നെ വല്ലപ്പോഴും വാങ്ങാറുള്ളൂ, കഴിയുമ്പോൾ വാങ്ങാറുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ല. ഇത് ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ട് ഇതുവരെയായിട്ട് എനിക്കൊരു സൈഡ് എഫക്റ്റും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല നല്ലൊരു ഗ്ലോ ഫിനിഷ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് ഒരുപാടൊന്നും ഫേസിൽ ഇങ്ങനെ സൺക്രീം 2 ഫിംഗറൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്കൊരു ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും എഴുതി കൊടുത്ത് ഒന്ന് സെറ്റാക്കി. പിന്നെ ഈ ബ്ലൂ ഹെവൻ്റെ ബ്ലഷും കൂടിയും കൊടുത്തതിന് ശേഷം ഇത്രേ ചെയ്യാറുള്ളൂ. ഇതാണ് ലുക്ക്, ഇത്രേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാനും അതിലും കൂടി ഒന്ന് പുറത്ത് പോയി ഡോർ ലോക്കൊക്കെ ചെയ്ത് അതിനുശേഷം ഞങ്ങൾ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വന്ന് അതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഇതൊക്കെയാണ് വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. ഇതൊക്കെ ഇനി ഒന്ന് അടുക്കി പെറുക്കി വെക്കണം എന്ന് പറയാമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനൊരു കുപ്പി വെള്ളം എടുത്തിട്ട് കുടിച്ചു. അതിനുശേഷം ഞാൻ ഐലൂനൊന്ന് കുളിച്ച് വൃത്തിയാക്കിയിട്ട് അവളെ കിടത്തി. പിന്നെ കറിവേപ്പിലേക്ക് ഇങ്ങനെ പാർട്സ് ആക്കിയിട്ട് എടുത്ത് വെക്കണം. ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ വെച്ചിട്ട് എടുത്ത് വെക്കണം. അതിനുശേഷം ഇന്ന് നൈറ്റിക്ക് ഉണ്ടാക്കാനുള്ള ഫുഡാണിത്. കോളിഫ്ലവർ കൊണ്ട് തോരനും വെക്കാം, ഫിഷ് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോളിഫ്ലവർ ചൂടുവെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുത്ത് ഉള്ളിയും ഇതൊക്കെ വെച്ച് ചതച്ചെടുത്ത് ഫിഷ് മാഗ്നേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ അതും റെഡിയാക്കിയെടുത്ത് ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് പേക്ക് ചെയ്ത് റെഡിയായി ഇങ്ങനെ ട്രയറിൽ ഒഴിച്ച് വെച്ചിട്ടോ. പിന്നെ അപ്പം ഇങ്ങനെ വിശക്കണം. അപ്പം എനിക്ക് കേട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ഒരു 2 സ്പൂൺ കേടെടുത്ത് കഴിച്ച് ഭയങ്കര ഇഷ്ടമാണ്. വിശപ്പുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വിശപ്പ് മാറിയില്ല, ഞാൻ വീണ്ടും ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ച്. പിന്നെ അതാ TV കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഡിന്നർ പറഞ്ഞ തോരനും ഫിഷുമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും അത് കഴിച്ച് TV ഒക്കെ കണ്ട് പിന്നെ അതേ ഉറങ്ങുന്നു. ഗുഡ് നൈറ്റ്, ബൈ.